ആലുവയിൽ വൻ കഞ്ചാവ് വേട്ട. 17 കിലോ കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ബുട്ടു മണ്ഡൽ, ലാലൻ മണ്ഡൽ, അഷ്റഫ് മണ്ഡൽ എന്നിവരെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ തോട്ടുമുഖം ഭാഗത്ത് എടയപ്പുറം റോഡിലുള്ള കെട്ടിടത്തിൽ നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഒഡീഷയിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നത്. കിലോയ്ക്ക് 2000-3000 രൂപ നിരക്കിൽ വാങ്ങി 30,000 രൂപ നിരക്കിലാണ് വിൽപ്പന. പാലക്കാട് നിന്ന് വാഹനത്തിൽ ആലുവയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പോലീസിന്റെ പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാൻ അങ്കമാലിയിൽ നിന്നും MC റോഡിലൂടെ മാറമ്പിള്ളി വഴി തോട്ടുമുഖത്തെത്തി. സാഹസികമായി പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഒഡീഷയിൽ നിന്ന് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവർ. ആവശ്യക്കാർക്ക് കേരളത്തിൽ എത്തിച്ച് വൈകാതെ തിരിച്ചു പോകും. ഇവരുമായി ബന്ധമുള്ളവരെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. DYSP TR രാജേഷ്, ഇൻസ്പെക്ടർ VM കേഴ്സൺ, സബ് ഇൻസ്പെക്ടർമാരായ എൽദോപോൾ, BM ചിത്തുജി, സുജോ ജോർജ് ആന്റണി, ASI KA നവാബ്, KK സുരേഷ്, സീനിയർ CPOമാരായ PA നൌഫൽ, KR രാഹുൽ, VA അഫ്സൽ, KA സിറാജുദ്ദീൻ, PA ജാബിർ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം റൂറൽ പോലീസ് കാലടിയിൽ നിന്നും 16 കിലോ കഞ്ചാവുമായി 2 മുർഷിദാബാദ് സ്വദേശികളെയും പിടികൂടിയിരുന്നു. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.